ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിപ്പി ഇറങ്ങിപ്പോയതിൻ്റെ നിരാശയിലാണ് രജനിയും അതുപോലെ തന്നെ ആകാശം കൂടി. അപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന രജനിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആകാശം. ഇങ്ങനെ ആശ്വസിച്ച് എനിക്കിവിടെ കയറി ഇരിക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് രജനി ഇങ്ങനെ പറയുമ്പോൾ, എടോ ചിപ്പി അന്വേഷിക്കാൻ ഞാൻ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, അവളെ തേടി പുറപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിങ്ങനെ പറയും. രജനെ, മഹേഷിന് എതിരെ ഇത് വീണ് കിട്ടിയൊരു അവസരമാണിത്. ചിപ്പി നമ്മുടെ കയ്യിൽ വന്നു പെട്ടാൽ പിന്നെ കുറേ ദിവസത്തേക്ക് അവളെപ്പറ്റി ആർക്കും ഒരു വിവരവും ഉണ്ടാകില്ല എന്ന് ഇയാൾ പറയുന്നു. അത് വെച്ച് നമ്മളൊരു മുതലെടുപ്പ് നടത്തുമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം. ചിപ്പി നമ്മളുടെ കസ്റ്റഡിയിലാകും, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. എന്തായാലും തനിക്ക് തൻ്റെ മകളെ കണ്ടുകൊണ്ടിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ റെഡിയാക്കുമെന്നും നമുക്ക് പരിചരിക്കാൻ ഒരു ആയയെ വെക്കാം, ഒരു 3-4 ദിവസത്തേക്ക് മതി കാര്യങ്ങളൊക്കെ. ഇതിനിടയ്ക്ക് ചിപ്പിയുടെ തിരോധാനം വൻ വാർത്തയാക്കി നമുക്ക് പൊലിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറഞ്ഞു കൊടുക്കാം. വിഷയം മീഡിയ നന്നായിട്ട് അങ്ങ് ആഘോഷിച്ചോളും. മഹേഷും ഇഷിതയും പ്രതിക്കൂട്ടിലാവും. പിന്നെ ഇതൊരു കിഡ്നാപ്പിംഗ് കേസ് ആകുമല്ലോ, ആരും കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതുമല്ല. പിന്നെ വീട്ടിലെ സാഹചര്യം ദുസ്സഹമായപ്പോൾ പാവം കുട്ടി എങ്ങോട്ടോ ഇറങ്ങിപ്പോയതാണെന്നും അതിന് ആ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയും നമ്മുടെ റോയും ഒക്കെ സാക്ഷിയും പറയും. അപ്പോൾ പിന്നെ എന്താ, മഹേഷും ഇഷിതയും ചിപ്പിയെ തിരഞ്ഞു വന്നത് അവരുടെ മുന്നിലേക്കല്ലേ? നിനക്ക് കോടതിയിൽ വാദിച്ച് നിന്റെ മകളെ എന്നേക്കുമായി നിനക്ക് സ്വന്തമാക്കി കൂടെ? എടോ, സമയം അനുകൂലമാകുമ്പോൾ നമ്മൾ ചിപ്പിയെ പുറത്തേക്ക് കൊണ്ടുവരൂ എന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാം ആദർശ് എന്നും പറഞ്ഞുകൊണ്ട് ഈ രചന പറയുക. അപ്പോൾ എടോ, ആകാശ് മേനൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരാളാണ്, മറ്റൊരാൾ വിധച്ചത് കൊയ്ത ശീലമേ ആകാശിനുള്ളൂ. താൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ആകാശ് അവിടെ നിന്ന് പോയി. രചന സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷും കൂടെ വരിക. അപ്പോൾ സെക്യൂരിറ്റി, സാർ മോള് ഇവിടെ ഗേറ്റ് കടന്ന് പോയിട്ടില്ല, അതായത് ഫ്ലാറ്റിൻ്റെ ഗേറ്റ് കടന്ന് പോയിട്ടില്ല എന്നുള്ള കാര്യവും ഞാൻ ആ ഭാഗത്തെ CCTVയും കാര്യങ്ങളൊക്കെ നോക്കിയെന്നും പറഞ്ഞു. നിങ്ങൾ ഈ വിവരം പറഞ്ഞിട്ടാ പോലീസിൽ പോലും കംപ്ലൈൻറ്റ് കൊടുക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് എന്നൊക്കെ നമ്മുടെ മഹേഷ് എന്നേരം ഈ സെക്യൂരിറ്റിയോട് പറഞ്ഞു. മോള് പുറത്ത് പോയിട്ടില്ലെങ്കിൽ അവൾ പിന്നെ എവിടെ പോയി, നമ്മളിവിടെ എല്ലാം നോക്കിയതല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയും മോള് പരിചയമുള്ള ആരുടെയെങ്കിലും ഫ്ലാറ്റിൽ കാണുമ്പോൾ പോയി അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ അങ്ങനെ മറ്റുള്ളവരുടെ ഫ്ലാറ്റിലേക്ക് പോവാറില്ല, അവളുടെ മാനസികാവസ്ഥ എനിക്ക് അറിയാമെന്നൊക്കെ മഹേഷ് പറയും കേട്ടോ. ആ സമയത്ത് സംശയം തോന്നുന്ന വാഹനങ്ങൾ വന്നതായിട്ട് CCTVയിൽ കണ്ടോ? വന്നുപോയത് ഇവിടെയുള്ളവരുടെ തന്നെയാണ്, സംശയിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഓപ്പൺ ടെറസിലേക്കുള്ള ആ ഒരു വാതിൽ അത് ലോക്ക് ചെയ്യാറുണ്ടോ എന്ന് നിഷേധി ചോദിച്ചു. അപ്പോൾ അത് ലോക്ക് ചെയ്യാറില്ല, വാതിൽ ചുമ്മാ കുറ്റിയിടാറാണ് പതിവെന്ന് പറഞ്ഞു. അവൾ മുകളിലെ ടെറസിലെങ്ങാനും ചെന്നിരിക്കുകയാണെങ്കിലോ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം മഹേഷ് എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പോകാൻ നോക്കുമ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അയാൾ അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഒരു ബൊക്കയായിട്ട് അങ്ങോട്ടേക്ക് ഇഷിതയുടെ അടുത്തേക്ക് വരും. ആൻറ്റി ഇതാന്നും പറഞ്ഞ് അങ്ങ് കൊടുത്തു കേട്ടോ. ആ സമയത്ത് മോള് ചിപ്പിയെ കണ്ടും ചോദിച്ചു. അപ്പം ചിപ്പി തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞു ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു. ചിപ്പി എവിടെയുള്ള മോളെ? അപ്പം അതിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ പൂവും എഴുത്തും ഒക്കെ കൊടുത്തിട്ട് ആ കൊച്ചങ്ങ് ഓടിപ്പോയി. പെട്ടെന്ന് തന്നെ ഇഷിത ഇത് വായിക്കുക. ഡാഡിയും മമ്മിയും സ്നേഹത്തോടെ വന്നാൽ മാത്രം നിങ്ങൾക്ക് ചിപ്പിമോളെ കാണാം, പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഇനി പിണങ്ങില്ലാന്ന് സമ്മതിക്കാൻ വേണം ചിപ്പി എന്നും പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ മോളെ എന്നും പറഞ്ഞ് ഇവർ വിളിക്കുക, നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം മമ്മിക്ക് ഡാഡിയോട് പിണക്കമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഒച്ചയ്ക്ക് വിളിച്ച് പറയാം. അപ്പം മഹേഷ് ഞെട്ടിപ്പോയിട്ടോ. ഇനി ഡാഡിയോട് മമ്മി പിണങ്ങില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മഹേഷ് അന്തം വിട്ട് വാക്കുകളില്ലാതെ ഇങ്ങനെ എയറിൽ നിൽക്കുന്ന പോലെ നിൽക്കുക. എന്തായാലും മകൾക്ക് വേണ്ടി എത്രയും വലിയ ത്യാഗമൊക്കെ ഇഷിത ചെയ്യുന്നുണ്ടല്ലോ. ആ സമയത്ത് മഹേഷ് എന്നോട് ക്ഷമിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത മഹേഷിനെ നോക്കി പറയുമ്പം താൻ എന്നോട് ക്ഷമിച്ചോ? അപ്പോൾ എങ്ങനെ ഞാൻ ക്ഷമിക്കാതിരിക്കും, എന്നെയും മഹേഷിനെയും ചേർത്ത് കിട്ടിയ സ്നേഹച്ചരടല്ലേ നമ്മുടെ മോള് എന്ന് ഇഷിത മഹേഷിനോട് പറയണു. അങ്ങനെ അവരൊന്നാവുക കേട്ടോ. അപ്പോൾ ഇങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ച് ഇങ്ങനെ വിളിച്ചു, അതായത് ആ പൂ കൊണ്ട് കൊടുത്ത് ആ കൊച്ച്. അപ്പോൾ ഇങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ കൊച്ചു കൊണ്ടുവന്ന് നമ്മുടെ ചിപ്പിയെ കാണിച്ചു കൊടുക്കുക. നോക്കുമ്പോൾ നമ്മുടെ ചിപ്പി അവിടെ ഒരിടത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ മഹേഷ് പറഞ്ഞു, ഞാനിവിടെയൊക്കെ വന്നതാ, അന്നേരം ഇവിടെ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മഹേഷ് വാ, എനിക്കെൻ്റെ മോളെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓടി ഇറങ്ങി ആ വഴി ചെല്ലുക. അവിടെ ചെന്നിട്ട് മോളെ നീ എവിടെയാ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ അമ്മയോട് ഡാഡി സോറി പറഞ്ഞു, ഡാഡിയോടും അമ്മയ്ക്കിപ്പോൾ ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല, അമ്മേനെ സങ്കടപ്പെടുത്തില്ല എന്ന് ഡാഡി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കാം. പ്രോമിസ് ആണോ എന്ന് ചിപ്പി ഇങ്ങനെ അശരീരി പോലെ ചോദിക്കും. അപ്പോൾ പ്രോമിസ് ആണെന്ന് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേക്കും ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ചിപ്പി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഓടിച്ചെന്ന് മോളെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ രണ്ടുപേരും എന്നെ തൊടണ്ട എന്ന് കൊച്ച്. അപ്പം നിൻ്റെ പിണക്കം മാറിയില്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. ഇനി ഞങ്ങൾ എന്താ വേണ്ടത് മോള് പറയാൻ പറഞ്ഞു മഹേഷ് ചിപ്പിയോട്. ഞങ്ങൾ പിണങ്ങിയതിന് തരാനുള്ള ശിക്ഷയൊക്കെ നീ ഞങ്ങൾക്ക് തന്നില്ലേ എന്ന് മഹേഷ് കൊച്ചിനോട് ചോദിക്കാം. ഡാഡിയും മമ്മിയും നിന്നെ തെരഞ്ഞ് എവിടേക്ക് അറിഞ്ഞെന്ന് നിനക്കറിയാവോ?
ഇപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ, ഇനിയും ഡാഡിയും അമ്മയും തമ്മിൽ വഴക്കായാലേ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് നമ്മുടെ ഇഷിതയെന്ന് കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ പ്രശ്നമൊക്കെ പരിഹരിക്കാം. മോളുടെ മനസ്സ് ഇത്രമാത്രം വേദനിച്ചു എന്ന് അമ്മയ്ക്ക് അറിയാമെന്നൊക്കെ ഇഷിത പറയാം. അപ്പോൾ അതറിയാവുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഡാഡി അമ്മയും പിണങ്ങുന്നതേ എനിക്ക് സഹിക്കാൻ കഴിയില്ല, അത് നിങ്ങളോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണെന്നൊക്കെ കൊച്ചിങ്ങനെ പറയാം. ഞാനിവിടെ ഇരുന്നതേ അമ്മയും ഡാഡിയും സങ്കടപ്പെടുത്തുന്നതിൻ്റെ വിഷമത്തിലാണെന്നൊക്കെ കാര്യമൊക്കെ ചിപ്പിമോൾ ഇങ്ങനെ പറഞ്ഞു. അവരവിടെ കിടന്ന് വലിയ ഗ്യാങ്ങായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ചിപ്പിയെ, രജനിയും ആകാശും കൂടി. നിങ്ങൾ പിണങ്ങിയാലേ എനിക്ക് പിന്നെ ആരാ ഡാഡി ഉള്ളത് എന്ന് ചിപ്പി ഇങ്ങനെ ഇവരോട് ചോദിച്ചു. അപ്പോഴത്തേക്കും മഹേഷ് ഓടി ചെന്ന് കൊച്ചിനെ ചേർത്ത് പിടിച്ചു. ഇനി പപ്പയും അമ്മയും ഡാഡിയും പിണങ്ങില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഡാഡി എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, അമ്മയ്ക്ക് സങ്കടം ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതിയെന്ന് ചിപ്പി ഇഷിതയെ പറ്റി മഹേഷിനോട് പറയണം. എൻ്റെ അമ്മ സന്തോഷിക്കുന്നതാ എൻ്റെ സന്തോഷം, എനിക്കത് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇനി ഞങ്ങൾ പിണങ്ങില്ല, വഴക്കും ഇടില്ല, എന്താ ഇഷിത മോൾക്ക് ഉറപ്പ് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ ഇഷിതയോട് പറഞ്ഞു. അപ്പോൾ ഡാഡി പറഞ്ഞ സത്യ മോളെന്ന് പറയുമ്പോൾ എന്നാ അമ്മ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരണം എന്ന കാര്യം ചിപ്പി പറഞ്ഞു. അമ്മ എങ്ങനെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക്, നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരാതെ വഴക്കു മാറുന്നത്? അമ്മ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഡാഡിയോടുള്ള പിണക്കം അത് മാറിയില്ലെന്നല്ലേ അർത്ഥം? എന്താ എന്നെ കാണാതെ വന്നപ്പോഴേ നിങ്ങൾ സ്നേഹം അഭിനയിച്ചതാണല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചിപ്പി ഇങ്ങനെ ചോദിക്കും. അങ്ങനെ നമ്മുടെ ചിപ്പി പറഞ്ഞ വാക്ക് പാലിപ്പിച്ചു. അതായത് ഇഷിതയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു ഇതിൽ കൊച്ച് ജയിച്ചു. അങ്ങനെ കുഞ്ഞിന് 2 പേരും കൂടി ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ അങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ വേണ്ടത്? അമ്മയെ ഫ്ലാറ്റിലേക്ക് സ്വീകരിക്കാൻ എനിക്ക് ചില ഒരുക്കങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്, എന്നിട്ടേ ഡാഡി അമ്മയുടെ കൈ പിടിച്ചങ്ങ് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ചിപ്പി ഓടിപ്പോയി, ഇഷിതയും കൂടെ പോയി. പിന്നെ വീട്ടിലേക്ക് ചെന്ന് കയറി മോളെ കണ്ടപ്പോഴേക്ക് സ്വപ്നവലി എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചിപ്പി മോളെ എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര സ്നേഹം. ഇതുവരെ നീ എവിടെയായിരുന്നു മോളെ? അപ്പോഴത്തേക്ക് നീ മഞ്ജുമേ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അങ്ങനെ അവർ വന്ന് എൻ്റെ പൊന്നു മോളെ നീ എല്ലാവരെയും പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉമ്മയൊക്കെ ഇങ്ങനെ അച്ചമ്മ കൊടുത്തു. അപ്പോഴേക്കും മഞ്ജുമ അങ്ങോട്ടേക്ക് വന്നിട്ട് ദേ ഇവളിവിടെ ഉണ്ടായിരുന്നോ, നിന്നെ അന്വേഷിച്ച് പോയിരിക്കുക മഹേഷ്, നീ ഇത് വല്ലതും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡാഡിയും അമ്മ എന്നെ കണ്ടല്ലോ എന്ന് കുഞ്ഞു പറഞ്ഞു. നീ പിന്നെ എവിടെയാ പോയി ഒളിച്ചിരുന്നത് മോളെ? ഞാനേ ഗാർഡനിലുണ്ടായിരുന്നു എന്ന് ചിപ്പി പറഞ്ഞു. ഓഹോ അതെ, ഡാഡി അമ്മയും ഞാൻ അവിടെ വന്ന് കണ്ടു. ഇനി പിണങ്ങില്ലാന്നേ ഡാഡി അമ്മയും എനിക്ക് പ്രോമിസും ചെയ്തു തന്നു. അത് പിന്നെ അച്ഛമ്മ ഞാൻ ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ചിപ്പി പോകുമ്പോൾ നിന്നെ ഞാൻ വീട്ടില്ല എന്ന് പറഞ്ഞു. 100-ലൊന്നും ഞാൻ പോയിട്ട് ഇപ്പോൾ വരാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ച് ഓടിപ്പോയി കഴിഞ്ഞപ്പം ചിപ്പിയെ കയ്യിലെടുത്ത് അവൾ വീണ്ടും മഹേഷുമായിട്ട് ഒന്നിച്ചു. എനിക്കത് മനസ്സിലായി മോളെ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി പറയുമ്പോൾ അമ്മ നോക്കിക്കോ, ഇഷിതയും കൊണ്ട് മഹേഷ് ഇവിടെ വരുമെന്നും അതാ നടക്കാൻ പോകുന്നത്, അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ ദേഷ്യത്തോടെ അവിടുന്ന് പോയി. സ്വപ്നവല്ലിയും അല്ലാണ്ടായിട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ അവരെല്ലാവരും കൂടെ സംസാരിക്കുക. ചിപ്പിയെ പറ്റി വല്ല വിവരവും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചാൽ ആഷുവും അതുപോലെ നമ്മുടെ സുജിയും കൂട്ടുകാരി ഇവരെല്ലാവരും കൂടെ ഇപ്പോൾ മഹേഷനും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ സുജി ഇങ്ങനെ പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴേക്കും എന്തേ അമ്മയും അച്ഛനും കൂടെ വന്നു. മോൾ എവിടെ പോയതായിരിക്കും അമ്മ, ഇനി കൂട്ടുകാരികളുടെ അടുത്ത് എങ്ങാനും പോയതായിരിക്കുമോ എന്നൊക്കെ ആഷു ഒന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെയുള്ള കൂട്ടുകാരിയുടെ അടുത്ത് അവൾ പോയിട്ടില്ല എന്നും സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരിയുടെ അടുത്ത് നമ്മൾ പോകാറില്ല എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് വെച്ചാന്ന് ചോദിച്ചാൽ ആഷു ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പം എനിക്കൊരു രൂപമില്ല എന്ന് മാഷു പറഞ്ഞു. അനുഭവിക്കുക, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചു. മാഷു ഇങ്ങനെ ആകെ വെപ്രാളം കയറി ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് കയറി വരിക. ഇഷിത വന്നപ്പോഴത്തേക്ക് ഇഷു എന്തായി മോളെ, കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആഷു ചേച്ചി വിവരം അറിഞ്ഞിട്ട് വന്നതാണോ എന്നിങ്ങനെ നമ്മുടെ ഇഷിത ചോദിക്കുമ്പോൾ നീ ആദ്യം ചിപ്പിയെക്കുറിച്ച് പറയാൻ പറഞ്ഞു അമ്മ. ചിപ്പിയെ കണ്ടോ? കണ്ടു കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെ വിവരങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് സമാധാനമായി. കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പിടിവാശി കാരണം എത്ര വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. പഴയ കാലത്തെ കുട്ടികളെ പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ. അവർ കൈകാര്യം ചെയ്യുന്നതേ കരുതലോടെ വേണം. രക്ഷിതാക്കൾ ചിന്തിക്കുന്നതിന് മുകളിലാണ് അവരുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആഷു ഇങ്ങനെ പറയുക. നിങ്ങളെങ്ങനെയാണ് അവളെ കണ്ടുപിടിച്ചത്? ഗാർഡനിലൊക്കെ ആദ്യം നോക്കിയതല്ലേ എന്നൊക്കെ സുജിയും കൂട്ടുകാരിയും ചോദിച്ചു. അവിടെയൊന്നും ഇല്ലെന്ന് സുചിത്ര പറഞ്ഞതുമാണല്ലോ. അപ്പം നിങ്ങൾ പോയതിന് ശേഷം ഞാനും അവിടെയൊക്കെ തിരഞ്ഞതാണല്ലോ, അവിടെ ഉണ്ടായിരുന്നു എന്ന് സുചിത്രയോട് നേരം നമ്മുടെ ഇഷു പറഞ്ഞു. പിന്നെ വിവരങ്ങളെല്ലാം വിശദീകരിച്ച് പറയാം. എന്തൊരു അവിവേകം ആ കുട്ടി കാണിച്ചത്, അവൾ എന്താ അങ്ങനെ ചെയ്തത്?
ആ ഭാഗത്തൊക്കെ ഞാനും മഹേഷും ഒരു തവണ പോയതാ. വിളി കേട്ടിട്ട് പോലും അവൾ ഇറങ്ങി വരാൻ കൂട്ടാക്കിയില്ല എന്നും ഞങ്ങളെ കുറെ ഓടിക്കാനായിരുന്നു അവളുടെ തീരുമാനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇഷിത ഇങ്ങനെ ഇവിടെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ശരിക്കും ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടുകയായിരുന്നു എന്ന് പറയുമ്പം പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വിവരം അറിഞ്ഞ് തിരിച്ചു വന്നതെന്ന് ചോദിച്ചപ്പം സെക്യൂരിറ്റിക്കാരൻ CCTV നോക്കിയിട്ടാ മഹേഷിനെ വിളിച്ച് ഉറപ്പ് പറഞ്ഞത് മോള് ഗേറ്റ് കടന്ന് പോയിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ ഒരു മോള് വന്നതും ആ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ചിപ്പി വീട്ടിലേക്ക് കയറി വരുന്നത്. എൻ്റെ ചിപ്പി മോളേന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ മാഷും അമ്മയൊക്കെ കൂടെ വന്നിട്ട് മോൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിച്ചു. അവിടെ വല്ല പാമ്പുണ്ടായിരുന്നു എന്ത് ചെയ്തേനെന്നൊക്കെ ഇവർ ചോദിക്കും. അപ്പോൾ ഇനി മോൾ ഇതുപോലത്തെ പരിപാടിയൊന്നും കാണിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു. ഡാഡിയും അമ്മയും പിണങ്ങിയ പിന്നെ എനിക്ക് ആരാ ഉള്ളതെന്ന് ചിപ്പി ചോദിച്ചു കേട്ടോ ഇവരോട് എല്ലാവരോടുമായിട്ട്. ഇനി ഒളിച്ചിരിക്കുകയല്ല ചെയ്യാൻ പോകുന്നത്, 2 പേരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി വീണ്ടും ഇവരോട് പറയുക. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചിപ്പിയായിട്ട് സംസാരിക്കുക. അപ്പോൾ എല്ലാവരോടും ഞാൻ സോറി പറയാം കേട്ടോ, അമ്മയും ഡാഡിയും തമ്മിലുള്ള പിണക്കം മാറി കിട്ടി, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ പറയുന്നു. ആ സമയത്ത് എന്നാ നിൻ്റെ അമ്മയെ കയ്യോടെ നീ കൂട്ടിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിനൊരല്പം താമസം കൂടി ഉണ്ടെന്ന് ചിപ്പി ഇവരോട് പറഞ്ഞു. അതെന്താ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ സുജിയെയും അതുപോലെ കൂട്ടുകാരിയെയും കൊച്ചു വിളിച്ചു. 2 പേരും എൻ്റെ കൂടെ 101 വരണം കേട്ടോ എന്ന് പറഞ്ഞു. വരാലോ, അമ്മയെ സ്വീകരിക്കാനേ എനിക്ക് ചില ഒരുക്കങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ കൊച്ചു പറയാം. അതിനെന്നെ ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. അതിനെന്താ, ഞങ്ങൾ വരാമല്ലോ. ഇപ്പോൾ നിന്നെ ഞങ്ങൾക്ക് പേടിയാണെന്ന് സുചിത്ര പറയാം. പിന്നെ അവരെ 2 പേരെയും കൂട്ടിക്കൊണ്ട് കൊച്ചങ്ങ് പോയി. അപ്പോൾ നിന്നെ വലിയ കാര്യമായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ചിപ്പി മോൾക്കെന്ന് അച്ഛൻ മോളോട് പറയണം. ചിപ്പി പോയതോർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമായിരുന്നു ഇവർ. ആ സമയത്ത് ചിപ്പി മോൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അച്ഛൻ മോളോട് പറയുമ്പോൾ എനിക്കത് അറിയാം അച്ഛാ. നിഷിത പറയാം കേട്ടോ, അവളെ വേദനിപ്പിച്ചതിൻ്റെ ശിക്ഷ തന്നെയാണ് ഞാനിപ്പോൾ അനുഭവിച്ചതെന്ന് പറയുമ്പോൾ നൊന്തുപറ്റ മക്കൾ പോലും അമ്മയെ ഇങ്ങനെ സ്നേഹിക്കില്ല എന്നും ആ ഒരു കാര്യത്തിൽ നീ ഭാഗ്യവതിയാണ് മോളെ എന്നൊക്കെ നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഇഷിതയോട് പറയുമ്പം ശരിയാണെന്ന് ഇഷിത പറയുന്നു. പിന്നെ അവിടെ വലിയ വലിയ ഒരുക്കങ്ങളാണ് കൊച്ച് നടത്തുന്നത്. ഈ സമയത്ത് സുചിത്ര ഇവരെല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോഴാണ് സ്വപ്നവല്ലിയും മഞ്ജുമയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരിതൊക്കെ കണ്ടിട്ട് ഇത് എന്തിനുള്ള ഒരു കമ്മേ എന്ന് ചോദിച്ചു. കാണാതെ പോയ ചിപ്പി തിരിച്ചു വന്നതിനുള്ളതാണോ എന്നിങ്ങനെ മഞ്ജുമ അമ്മയോട് ചോദിക്കുമ്പോൾ ചിപ്പി നോക്കുക. നിന്നെ എതിരേൽക്കാനാണോ മോളെ എന്ന് ചോദിച്ചപ്പം എതിരേൽക്കാനായിട്ട് ഞാനെവിടെയും പോയില്ലല്ലോ, എതിരേൽക്കാനൊക്കെ തന്നെയാ, പക്ഷേ അത് എന്നെയല്ല എൻ്റെ അമ്മയാണെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഇനി ആരും ഒന്നും എൻ്റെ അമ്മയെ ഇവിടെ പറയാൻ പാടില്ലെന്നും പറഞ്ഞ് ചിപ്പി ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇഷിതയെ വിളിക്കാൻ പോകും. ഈ പെണ്ണ് എന്തൊക്കെ ഈ കാണിക്കുന്നത്, നമുക്ക് നാണക്കേടാണെന്ന് പറഞ്ഞു മഞ്ജുമ ഇങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. സ്വപ്നവല്ലിയോട് അവളെ ഇങ്ങ് കൊണ്ടുവരട്ടെ, ആരതി ഒഴിഞ്ഞ് അവളിവിടെ കേട്ടട്ടെ എന്ന് പറഞ്ഞു സ്വപ്നവല്ലി ഇങ്ങനെ നിൽക്കുക. തൊട്ടടുത്ത നിമിഷം വരുന്നു ഇഷിതയും കൂട്ടിക്കൊണ്ട് മഹേഷും സുചിത്രയും ചിപ്പിയും ഇവരെല്ലാവരും കൂടി. ഇത് കണ്ട അമ്മയും മോളും ചങ്ക് തകർന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം സ്വപ്നവല്ലിയെ കൊണ്ട് തന്നെ ആരതി ഒഴിപ്പിക്കാനായിട്ട് നമ്മുടെ ചിപ്പി നോക്കുന്നിടത്ത് ഇന്നത്തെ കഥയൊക്കെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.